ത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്ന ഒരു ആശങ്കയോട് ഇതുവരെ 162 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. 800-ലധികം പേരെ കാണാനില്ല. ഹിമാനികൾ തകർന്നതാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തത്തെ അതിജീവിച്ചവർക്കായി ഇന്ത്യ 10 ടൺ അവശ്യവസ്തുക്കൾ കൈമാറി. നേപ്പാളിൽ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ ദുരന്തഭൂമി സന്ദർശിക്കും. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഉത്തർപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങൾക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ അല്പസമയത്തിനകം തന്നെ ദുരന്തഭൂമി സന്ദർശിക്കുകയും ചെയ്യും. ഗൗതം അമൃഗുജം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, വലിയ ഒരു ദുരന്തമുഖത്താണ് നേപ്പാൾ ഉള്ളത്. നേപ്പാൾ മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഈ മരണപ്പെട്ട ആളുകളിൽ തന്നെ കൂടുതൽ ആളുകളും ഇന്ത്യക്കാരാണ് എന്ന വിവരം വരുന്നു. അതോടൊപ്പം തന്നെ ദുരന്തത്തിന്റെ തുടർന്നുള്ള സാഹചര്യം കൂടി ഉണ്ട്. മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉത്തരാഖണ്ഡിലും ഉണ്ടാകുന്നു. ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. രുചിഷ, കാര്യങ്ങൾ ഒരുപക്ഷെ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിൻ്റെ ആശങ്ക കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നേപ്പാളിൽ നിന്നുള്ളത് പുറത്തു വരുന്നത്. അതുപ്രകാരം നിലവിൽ ഈ തൃശ്ശൂലി നദിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രളയത്തിനുമായി ബന്ധപ്പെട്ട് മരങ്ങളും പാറക്കല്ലുകളും ഒക്കെ അടിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ നദി എവിടെയെങ്കിലും ഒഴുക്ക് നിലച്ച സാഹചര്യത്തിലാണോ ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ നദി ചുരുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഒഴുക്ക് നിലയ്ക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ കെട്ടി നിൽക്കുന്ന വെള്ളം വീണ്ടും ഒരു പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് അത് പൊട്ടി ഒഴുകാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത് മണ്ണിടിച്ചിലിന് കാരണമാക്കും എന്നതാണ് നിലവിലുള്ള പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരിശോധന നടത്തേണ്ട സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ നിലവിൽ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മണ്ണ് വലിയ അളവിലാണ് മണ്ണ് മൂടിക്കിടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മഴയുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ദുർഘടമായ ഭൂപ്രകൃതിയാണ് ആ മേഖലയിലുള്ളത്. നമുക്കറിയുന്ന പോലെ തന്നെ ടിബറ്റിൻ്റെയും അതോടൊപ്പം തന്നെ നേപ്പാളിലും തമ്മിലുള്ള അതിർത്തി പ്രദേശമാണത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ മലഞ്ചെരിവുകളും കുന്നിൻ പ്രദേശങ്ങളും ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഈ മേഖലകളിൽ എല്ലാം എത്തി ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം അത് വലിയ പ്രതിസന്ധി നേരിടുന്നൊരു സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ നോക്കട്ടയിലേക്ക് പോയിട്ടുണ്ട്. നോക്കട്ടയിലേക്ക് പോയി അവിടെ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും സംഭവിച്ച ദുരന്തത്തിൻ്റെ ആഴം സംബന്ധിച്ച് അതിൻ്റെ വ്യാപ്തി സംബന്ധിച്ച് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനമാർഗം നുവാക്കോട്ടയിലെത്തിയ ശേഷം അവിടെ ഉദ്യോഗസ്ഥരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തി ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചായിരിക്കും ആ നടപടിയിലേക്ക് കടക്കുക. അതേസമയം നേപ്പാളിന് പിന്തുണയുമായി ലോകരാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ രംഗത്തെത്തുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ബംഗ്ലാദേശും അമേരിക്കയും ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ സാമ്പത്തിക സഹായങ്ങളും അടിയന്തര സേവനങ്ങളും മനുഷ്യ സഹായവും ഒക്കെ എത്തിച്ചുകൊണ്ട് ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിൽ നേപ്പാളിനൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ അവശ്യ വസ്തുക്കളും അടിയന്തര സഹായവും കൈമാറിയിട്ടുമുണ്ട്. രണ്ട്, ഈ പ്രളയ സാഹചര്യം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം സംബന്ധിച്ച് നിലവിൽ നടക്കുന്ന വിലയിരുത്തലുകളിൽ നേരത്തെ സൂചിപ്പിച്ചതിനപ്പുറത്തേക്ക്, അതായത് ഈ മഞ്ഞുപാളികളും അതോടൊപ്പം തന്നെ മലഞ്ചെരിവും ഒന്നിച്ച് ഇടിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെന്നും ഇത് ഒന്നിച്ച് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചപ്പോഴാണ് താഴെ ഉണ്ടായിരുന്ന ഡാം തകരുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വലിയ വെള്ളപ്പൊക്കമായി അത് മാറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മലമുകളിൽ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ ഹിമപാളികൾ തകർന്നതുമാണ് ഈ അപകടത്തിന്റെ ആക്കം കൂട്ടിയത് എന്നാണ് വിലയിരുത്തുന്നത്. വലിയ പാറക്കഷ്ണങ്ങൾ ഉരുണ്ടുവന്ന് കെട്ടിടങ്ങളെ തകർക്കുകയായിരുന്നു. നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഈ വെള്ളം താഴേക്ക് ഒഴുകി വരുന്ന സാഹചര്യം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതയോടെ നിൽക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ്. നദീതീരത്തുള്ളവരെ മാറ്റിയിട്ടുണ്ട്. ഏകദേശം 5000-ഓളം പേരെ ഇതിനോടകം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഒപ്പം തന്നെ ഉത്തരാഖണ്ഡിൽ ഒരു മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ വലിയ ആശങ്കപരമായ സാഹചര്യമില്ലെങ്കിലും കനത്ത ജാഗ്രതയിലാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഉള്ളത്. രുചീഷ്. ശരി ഗൗതം, എന്തായാലും വലിയ ഹിമാനികൾ തകർന്നതാണ് ഈ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് മനസ്സിലാകുന്നു. ഏറ്റവും ഒടുവിൽ തന്നെ ആ ദുരന്തം അവിടെ നിന്ന് പരമാവധി ആളുകളെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആ ശ്രമത്തിൽ പങ്കാളികളാകുകയും ചെയ്യുകയാണ്. മറ്റു വാർത്തകൾ